അക്കാഡമി. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ വിന്നേഴ്സ് മീറ്റിൽ ഉള്ളത് സിമിയാണ്. സിമി, വെൽക്കം. സിമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിമി ഈ കഴിഞ്ഞ JPHN എക്സാമിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ NCA ഫസ്റ്റ് റാങ്ക് മേടിച്ചു. അതുകൂടാതെ തന്നെ പല ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സിമി. ഇപ്പോൾ കോഴിക്കോട് JPHN ആയിട്ട് അഡ്വൈസ് മെമ്മോ ലഭിച്ചിരിക്കുകയാണ് അല്ലേ? അധികം താമസമില്ലാതെ തന്നെ ഗവൺമെന്റ് സർവീസിലേക്ക് പ്രവേശിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് സിമി. ഓക്കെ, സോ വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടോക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമിയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയായിരുന്നു, പിന്നെ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം പ്രയോജനപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റുഡൻസിന് കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എങ്ങനെ തോന്നുന്നു ഈ ഒരു JPHN എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാലൊരു ഫീല്? എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് അത്യാവശ്യം മുന്നത്തെ എക്സാമിനെക്കാട്ടും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. പിന്നെ ഞാൻ സാറിനെ പറഞ്ഞ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. അതിലല്ലേ എനിക്കൊരു 40-50 ടച്ച് ചെയ്യാനേ പറ്റുള്ളായിരുന്നു. അപ്പം കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ള ഒരു വലിയൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് കണ്ണ് നിറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു 10-11 എക്സാംസിൻ്റെ ലിസ്റ്റിലുണ്ട്, മെയിൻ ലിസ്റ്റ്, സപ്ലിമെൻ്ററി ലിസ്റ്റ്. പക്ഷെ ഒന്നിലും എനിക്ക് അഡ്വൈസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ എത്തിയിട്ട് പിന്നെ കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞു സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. ഇപ്പോഴാണ് കുട്ടികളും കൂടെ ചെറുതായതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ പോരാന്ന് വെച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും ചേർന്ന് ജോയിൻ ചെയ്യണം. അപ്പം ഹസ്ബൻഡാണ് ഭയങ്കര ഇൻസ്പിറേഷൻ. എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യാൻ പഠിക്കാനായാലും കുട്ടികളുടെ കാര്യമൊക്കെ നോക്കും. പിന്നെ എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മോട്ടിവേഷനാണ്. എവിടെയെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം, ഈ എക്സാം അല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 അക്കാഡമീസ് ഒക്കെ നോക്കിയെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നോക്കി. പിന്നെ യൂട്യൂബ് സെഷൻസ് ഒക്കെ കുറേ കണ്ടപ്പോൾ സാറിൻ്റെ ഭയങ്കര അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവണ ടോപ്പിക്സുകളാണ്. ഇതാണ് എനിക്ക് കിട്ടിയത്. വീഡിയോസൊക്കെ ഞാൻ നോക്കി, എല്ലാം കുറച്ചുകൂടെ എക്സ്പ്ലനേറ്ററി ആയിരുന്നു. നമുക്ക് കുറച്ച് കണ്ടിരുന്നാൽ നമുക്ക് കുറേ കിട്ടും, അങ്ങനത്തെ ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു എന്നാൽ ജോയിൻ ചെയ്യും, ചിലപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുമ്പോഴായിരിക്കും ഒരു ഇത് കിട്ടുക. പിന്നെയെന്ന് വെച്ചാൽ പറയാൻ തോന്നുന്നു ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറേ ലിസ്റ്റുകളിലുണ്ട്, ഒന്നും അങ്ങോട്ട് എത്തണില്ല. അങ്ങനെ ഇടയ്ക്ക് ഒരു 6 വർഷം എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡിപ്രഷൻ എന്ന് വെച്ചാൽ കിട്ടണില്ലല്ലോ എന്നൊരിതിൽ ഇതായിട്ട്, ആ സമയത്താണ് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയം. അപ്പൊ ഹസ്ബൻഡാണ് മോട്ടിവേഷൻ ഭയങ്കര, കിട്ടും. അങ്ങനെ ഒരു 15 വർഷം. അത് എനിക്ക് ഏറ്റവും എല്ലായിടത്തും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വിട്ട് കളയരുത്. ഇപ്പൊ വിട്ട് കളഞ്ഞാൽ പിന്നെ 37-38 വയസ്സ് കഴിഞ്ഞ് നമുക്ക് പിന്നെ ആ സമയം കിട്ടൂല. അങ്ങനെ അതാണ് പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം പ്രയോജനപ്പെട്ടു? ക്ലാസ് നല്ല വൈറ്റൽ ആയിട്ടുള്ള ആ ഒരു സമയം, വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര യൂസ് ആയിരുന്നു. എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 40-50 ഒക്കെ നമുക്ക് പറ്റും. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആ ബാക്കി എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു ഡയറക്ഷൻ കൂടിയാലേ പറ്റുള്ളൂ. കാരണം ഞാനൊക്കെ പഠിച്ച് 2010 ബാച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാനായിട്ട് ആരും ഇല്ലാത്ത ഒരു സാഹചര്യം ഇല്ലേ നമുക്ക്. നമ്മൾ പിന്നെ ഡ്യൂട്ടി അങ്ങനെ ബിസിയാവും. പക്ഷെ ഒരാൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോരും. അതുപോലെ ഒരാളുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. ഫീസൊക്കെ അഫോർഡബിൾ ആണെന്ന് പറഞ്ഞ്, ടൈം ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണെന്ന് പറഞ്ഞ്, പിന്നെ ഇപ്പൊ ആ ടൈം കയറാൻ പറ്റിയില്ലെങ്കിലും വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ സമയം ഇരുന്ന് കാണാം, നോട്ട്സ് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. കുറച്ച് സ്ലോ ആയിട്ടാണ് ക്ലാസ്സുകളൊക്കെ പോണത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അത് ആ ഷോർട്ട് കോഴ്സ് ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റിയത് ഇപ്പൊ ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പറയണമെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് റാങ്ക് ഇതുവരെയും വന്നിട്ടില്ല. സ്കൂളിലാണെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് വരുന്നത് ആദ്യമായിട്ടാണ്. അത് ഇത്രയും പെട്ടെന്ന് അഡ്വൈസ് വന്നപ്പോഴേ ഞാൻ അപ്പോഴെനിക്ക് ഫസ്റ്റ് കാണുമെന്ന് തോന്നിയത് സാറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നേരിട്ട്. ലൈവ് ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിനല്ലേ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഹസ്ബൻഡാണ് പറഞ്ഞത് എന്തായാലും റിവ്യൂ എടുക്കണം, കാരണം ഫസ്റ്റ് റാങ്ക് കിട്ടിയത് അങ്ങനെ ഒരു ഇതിലല്ലേ, അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയാണ് നമുക്ക് അങ്ങനെ കിട്ടാൻ വിധിയെങ്കിൽ അവിടെ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പം അതായത് ദീർഘകാലത്തെ ഒരു പരിശ്രമം അല്ലെ? അത് 15 വർഷം കൊണ്ട് PhD എഴുതുന്ന ഒരാളാണ്. അതാണ് ഞാൻ എല്ലാവരുടെയും പറയണത്. എവിടെയെങ്കിലും ഒരു ഡയറക്ഷൻ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്ത് എത്തുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലത്തെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഫലം കണ്ടു അല്ലെ? ഈ ഒരു സമയം ഫലം കണ്ടു. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് DHS പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ? ലോങ് ടേം ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പൊ മലപ്പുറം DHS അതിൽ കിട്ടി. പിന്നെ അതിനിപ്പോ ആവുമായിരിക്കും. അങ്ങനെ
സന്തോഷം. ഭയങ്കര സന്തോഷം. സംസാരിച്ചോണ്ടിരിക്കണെങ്കിലും എന്താണെങ്കിലും അതായത് ഇത്രയും കാലത്തെ ഒരു പരിശ്രമം ഒരു ഫലം കണ്ടു അല്ലെ, ഫലം കണ്ടു. അതിൽ വളരെ സന്തോഷമാണ്, ചാരിതാർത്ഥ്യമാണ്. അപ്പൊ ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ, അവരോട് എന്തൊരു ഗൈഡൻസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്? ഗൈഡൻസ് പറയാനുള്ളത്, ഇപ്പൊ ക്ലാസ് ഇപ്പൊ റെഗുലർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ പിന്നെ സാറിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഇടുന്നത് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ സമയം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, തുച്ഛമായ സമയം എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ എനിക്ക് ഒട്ടും പറ്റാത്ത ടോപ്പിക്കുകളാണ് ഞാൻ കവർ ചെയ്തത്. അപ്പൊ അതിലായിരുന്നു എന്റെ ആ ബാക്കി 20% മാർക്ക് പോയത്, കിട്ടിയത്. അപ്പൊ അത് എന്തായാലും നമുക്ക് അങ്ങനെ അതിനായിട്ടായിട്ടുള്ള അങ്ങനത്തെ ഗൈഡൻസ് കിട്ടുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ട് പഠിക്കുക. പഠിത്തം ഇല്ലാതെ ഒന്നും പറ്റൂല. കുറച്ച് കഷ്ടപ്പെടണം. വ്യക്തമായ ഒരു പ്ലാനും കൃത്യമായിട്ടൊരു ഗൈഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എക്സാം ആണെങ്കിലും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. അതും നൈറ്റിലാണ് ഹോസ്പിറ്റലിൽ വർക്കും ചെയ്യണത്. ഒരു 10 to ആ സമയം തൊട്ട് ഇരുന്നിട്ട് ചിലപ്പോ 1:30, 2:30, 3 മണി വരെയൊക്കെ പോകും. ആ സമയത്താണ് ഞാൻ ഈ വർക്ക്, ഹോസ്പിറ്റലിലെ വർക്ക്, അതിന്റെ ഇടയിൽ കൂടെ എൻക്വയർസിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെയാണ് ഇതിന്റെ ക്ലാസ് ഇരുന്ന് കണ്ടിട്ട് നോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ടൈപ്പായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ട്, നല്ലൊരു കഷ്ടപ്പെട്ട്. എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കും ഇപ്പൊ വർക്ക് ചെയ്യണവർക്കും എല്ലാം അറിയാം നല്ലൊരു കഷ്ടപ്പെടുന്ന ആളാണ്. എങ്കിലും ആ ഒരു കഷ്ടപ്പാടൊക്കെ ഫലം കണ്ടു. അതിന്റെ സന്തോഷത്തിലും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ആയതുകൊണ്ടൊരു പ്രത്യേക ഇത്. അങ്ങനെയെങ്കിലും കിട്ടിയല്ലോ ഒന്ന്. ഇപ്പൊ മനസ്സിലായി, ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട ഒന്നും ആവൂല. അപ്പൊ എന്നാലും വിലപ്പെട്ട സമയം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്, നമ്മുടെ കുട്ടികൾക്ക് ഒരു ഗൈഡൻസ് കൊടുത്തതിനെല്ലാം നന്ദി. ഓക്കെ, താങ്ക് യു.